2026 ആരാകും മുഖ്യമന്ത്രി എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനലിൻ്റെ പേരാണ് സംഖ്യകൾ സംസാരിക്കും. ഞാൻ സുനിൽ പാഠക്, ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. 2026 ആരാകും മുഖ്യമന്ത്രി? 3 പേരുടെ പേരാണ് നിർദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പേര് KC വേണുഗോപാൽ. ഡേറ്റ് ഓഫ് ബർത്ത് 4/2/1963. D നമ്പർ 4, C നമ്പർ 7, കുവ നമ്പർ 1, മിസ്സിംഗ് നമ്പർ 5, 8. D നമ്പർ 4ഉം C നമ്പർ 7ഉം തമ്മിലുള്ള സംയോജനം സംഖ്യാശാസ്ത്രപ്രകാരം വളരെ വിജയി നമ്പറുകൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആയതിനാൽ 4ഉം 7ഉം തമ്മിലുള്ള സംയോജനം അനുകൂലം തന്നെ. ഇനി നമുക്ക് ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ KC വേണുഗോപാലിൻ്റെ ഒരു സാധാരണ ബർത്ത് ചാർട്ടറായിട്ടാണ് കണക്കാക്കുന്നത്. ആയതിനാൽ ബർത്ത് ചാർട്ട് അത്ര ശക്തവും പ്രബലവും അനുകൂലവുമല്ല. ഇനി നമുക്ക് പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ 7 KC വേണുഗോപാലിന് നടക്കുന്നത്. D നമ്പർ 4ൻ്റെ ഇഷ്ട നമ്പറായ 7 പേഴ്സണൽ ഇയറായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരവസ്ഥയിലാണ് പേഴ്സണൽ ഇയർ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തിയുടെ പേരായ രമേശ് ചെന്നിത്തല. ഡേറ്റ് ഓഫ് ബർത്ത് 25/5/1956. D നമ്പർ 7, C നമ്പർ 6, കുവ നമ്പർ 8, മിസ്സിംഗ് നമ്പർ 3, 4. D നമ്പർ 7ഉം C നമ്പർ 6ഉം തമ്മിലുള്ള സംയോജനം സംഖ്യാശാസ്ത്രപ്രകാരം അനുയോജ്യമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ 2, 5, 8 എന്ന സിൽവർ രാജയോഗവും 9, 5, 1 എന്ന സിംബൽ ഓഫ് സക്സസിൻ്റെയും യോഗമാണ്. ഇത് രണ്ടും പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ബർത്ത് ചാർട്ട് ശക്തവും പ്രബലവും അനുകൂലമായ ഒരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ 4 രമേശ് ചെന്നിത്തലയുടെ നടക്കുന്നത്. ആയതിനാൽ D നമ്പർ 7ൻ്റെ ഇഷ്ട നമ്പറാണ് 4. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇയറും അനുകൂലമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. എങ്കിലും പേഴ്സണൽ ഇയർ 4 സഡൻലി ഗെയിൻസ് ആൻഡ് സഡൻലി ലോസ് എന്നും കൂടി ഒരു വിശേഷണം സംഖ്യാശാസ്ത്രപ്രകാരം ഉണ്ട്. ഇനി മൂന്നാമത്തെ വ്യക്തി VD സതീശൻ. ഡേറ്റ് ഓഫ് ബർത്ത് 31/5/1964. D നമ്പർ 4, C നമ്പർ 2, കുവ നമ്പർ 9, മിസ്സിംഗ് നമ്പർ 7, 8. D നമ്പർ 4ഉം C നമ്പർ 2ഉം തമ്മിലുള്ള സംയോജനം അത്ര ഒരു അനുകൂലമായ ഒരവസ്ഥയിലല്ല ഉള്ളത്. കാരണം 4ഉം 2ഉം ആൻറ്റി നമ്പറുകളാണ്. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ 4, 5, 6 എന്ന ഗോൾഡൻ രാജയോഗവും 9, 5, 1 എന്ന സിംബൽ ഓഫ് സക്സസിൻ്റെ യോഗവും പൂർണ്ണമാണ്. ആയതിനാൽ ബർത്ത് ചാർട്ട് അനുകൂലം, പ്രബലം, ശക്തവും കൂടിയാണ്. ഇനി പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ 1 VD സതീശൻ്റെ നടക്കുന്നത്. പേഴ്സണൽ ഇയർ 1 എന്ന് വെച്ചാൽ സൺ, സൂര്യൻ എന്ന് വെച്ചാൽ തന്നെ രാജാവ്. ആയതിനാൽ പേഴ്സണൽ ഇയർ 4ൻ്റെ D നമ്പറായ 4ൻ്റെയും 2ൻ്റെയും മിത്ര നമ്പറും കൂടിയാണ് 1. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ ഒരവസ്ഥയിലാണ് പേഴ്സണൽ ഇയറും ഉള്ളത്. ഇതാണ് സംഖ്യാശാസ്ത്രത്തിൻ്റെ വിശകലന രീതി. ഇനി
ഇത്രയും വിശകലനം നടത്തിയ ശേഷം എൻ്റെ അഭിപ്രായത്തിൽ വി.ഡി. സതീശന് സാധ്യതകൾ കൂടുതലാണ് ഉള്ളത്. ആയതിനാൽ വി.ഡി. സതീശൻ തന്നെയാണ് 2026 മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത. ഇത് ഞാൻ കേവലം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എനിക്ക് രാഷ്ട്രീയത്തിനെക്കുറിച്ച് അറിവൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.